ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി ഏറ്റവും പ്രാധാന്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ഇല്ലാത്തൊരു എപ്പിസോഡാണ് കേട്ടോ. പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ചില എപ്പിസോഡുകളിലും ചില കാര്യങ്ങൾ നൈസായിട്ട് കുത്തിക്കയറ്റുന്നത് തോന്നാറുണ്ട്. അത് നിങ്ങൾക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് പറയാതെ വയ്യ, നല്ല അടിപൊളി ഒരു എപ്പിസോഡാണ്. ആദ്യം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ നല്ല അടിപൊളി സീനുകളാണ്. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ഇല്ലാത്ത, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ഇല്ലാത്ത ഒരു എപ്പിസോഡാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് അർജുനും അഞ്ജലിയും കുറിപ്പ് നടത്തുന്ന പരിപാടിയിലേക്കാണ് ചെന്ന് കയറിയിട്ടുള്ളത്, ഗുണ്ടകളെ പേടിച്ച്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അർജുനും അഞ്ജലിക്കും ഇത് കുറിപ്പ് നടത്തുന്ന സമൂഹ വിവാഹത്തിൻ്റെ പരിപാടിയാണ് എന്നുള്ളൊരു കാര്യം അറിയത്തില്ല. താൽക്കാലികമായി ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് നമ്മുടെ അർജുനും അഞ്ജലി അവിടെ ചെന്ന് കയറിയത്. അഞ്ജലി അർജുനോട് ചോദിക്കുകയാണ്, രാജീവ്, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ആ ഗുണ്ടകളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്, നമ്മളിവിടെ വെച്ച് അവർ പിടിക്കില്ലേ? അപ്പോൾ അർജുൻ അഞ്ജലിക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുകയാണ്. പേടിക്കേണ്ട അഞ്ജലി, നമ്മൾ ഇത്രയധികം ആളുകൾക്കിടയിൽ നിന്നും അവർ നമ്മളെ കണ്ടെത്താനായിട്ട് പോകുന്നില്ല. ഇത്രയധികം നമുക്ക് ചുറ്റും ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയിൽ അവർ എത്ര പെട്ടെന്ന് നമ്മളെ കണ്ടുപിടിക്കില്ല. നമുക്ക് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് സുരക്ഷിതം, അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കും. അർജുനും അഞ്ജലിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ പരിപാടിയുടെ സംഘാടകൻ അവിടെ നിൽപ്പുണ്ട്. കുറിപ്പിൻ്റെ ആളാണ് അയാൾ കേട്ടോ. അപ്പോൾ അയാളിങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. അയാൾ തള്ളിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ തള്ളി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അയാൾ അർജുനെ അഞ്ജലിയെ നോട്ട് ചെയ്യും. അപ്പോൾ അയാൾ നോക്കുമ്പോൾ ഈ അർജുൻ ഒരുങ്ങിയിട്ടാണുള്ളത് നമുക്കറിയാം. പക്ഷേ അഞ്ജലി നോർമൽ ഡ്രസ്സിലാണുള്ളത്. അപ്പോൾ അയാളെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് പറയും, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ ആ മറ്റേ ആളുകൾ പറഞ്ഞ ആളല്ലേ? അതായത് അയാൾ വിചാരിക്കും വേറൊരാൾ ഒരു സ്ഥലത്ത് നിന്ന് ഈ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പൊക്കെ. സത്യത്തിൽ ഈ പരിപാടി മുഴുവൻ ഒരു വക തട്ടിപ്പാണ്. പലരും ഓൾറെഡി മാരീഡ് ആയ ആളുകളും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നൈസായിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളും അങ്ങനെയുള്ളവരാ. ശരിക്കും പറഞ്ഞാൽ കുറിപ്പ് നടത്തുന്ന ഒരു വിധത്തിൽ നോക്കി കഴിഞ്ഞാൽ വെറും തട്ടിപ്പ് പരിപാടിയാണ്. അപ്പോൾ അതിനു വേണ്ടി വന്നേക്കുന്ന കപ്പിൾസ് ആണ് എന്ന രീതിയിലാണ് പുള്ളി വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് റെഡിയാവാത്തത്? നിങ്ങൾ വേഗം പോയി റെഡിയാവാനായിട്ട് നോക്ക്, മുഹൂർത്തം ആകാറായി, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അർജുനും അഞ്ജലിയും എന്തൊക്കെയാണ് പറയാനായിട്ട് ആ ഒരു സമയത്ത് നോക്കും. പിന്നെ അവർ പതുക്കെ ഒന്ന് ഒതുങ്ങും. കാരണം ഇപ്പോൾ തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക, ഒന്ന് ഒളിച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അവരങ്ങനെ നിൽക്കും. അപ്പോൾ വേറൊരാൾ വരും. അവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് മേക്കപ്പ് റൂമിലേക്ക് പോകും. മുഹൂർത്തം ആകാറായി, നിങ്ങൾ വേഗം റെഡിയാവാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് അർജുനെ അഞ്ജലിയെ മേക്കപ്പ് റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനാണ് നമ്മൾ ആദ്യം കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവം നടക്കുന്നു. പിന്നീട് നടക്കുന്ന സീനുകൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് സീനുകളാണ് കേട്ടോ. കുറച്ച് ഹെവി സീനുകളാണ്. സംഭവം വാലിന് തീ പിടിച്ചതുപോലെയാണ് ശംഖുചക്രം തറവാട്ടിലേക്ക് രാഘവനുണ്ണി വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ കുറിപ്പായിട്ടുണ്ടായ പ്രശ്നങ്ങൾ. അതുപോലെ അർജുൻ ഇറങ്ങിപ്പോയി, കല്യാണം നടന്നില്ല. പിന്നെ ഒരു വശത്ത് രാഘവനുണ്ണിയെ കൊല്ലുമെന്ന് വരെ കുറിപ്പ് പറഞ്ഞിരിക്കുന്നു. അതുപോലെ കാർത്തിക് പത്മ കേസിൽ ഇനി വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ശംഖുചക്രം തന്നെ കത്തിച്ച് കളയും എന്നും കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും കഷ്ടകാലമാണ് രാഘവനുണ്ണിക്ക്. അപ്പോൾ പുള്ളിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ശംഖുചക്രം തറവാട്ടിലേക്ക് കയറുന്നത്. ചെല്ലുന്ന വഴി ഒരു ഗ്ലാസ് വെള്ളം മോന്തി കുടിക്കും. അപ്പം ഈ ഒരു സമയത്ത് അവിടെയുള്ള മുകുന്ദനുണ്ണിയും നമ്മുടെ ഗോവിന്ദനുണ്ണിയും അമ്മൂമ്മയും ബാക്കിയുള്ളവരെല്ലാവരും അവിടെ വരുന്നുണ്ട്. അങ്ങനെ പുള്ളി അങ്ങ് ഭ്രാന്ത് പിടിച്ച പോലെ ഈ ശംഖുചക്രം തറവാട്ടിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഭാര്യ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, രാഘവൻ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. രാഘവൻ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ പുള്ളി ഗ്ലാസ് എറിഞ്ഞിട്ട് അങ്ങ് പൊട്ടിക്കും കേട്ടോ. മിണ്ടരുത്, ഒറ്റ ആൾ പോലും മിണ്ടരുത് ഇവിടെ. നിങ്ങളെല്ലാവരും കാരണമാണ് ഇന്നെനിക്ക് ഇങ്ങനെ അപമാനം ഉണ്ടായത്. ഈ ശംഖുചക്രം തറവാടിൻ്റെ പേരും പെരുമയും എൻ്റെ മകൻ അർജുൻ കാരണം നശിച്ചു. ഞാൻ നാണം കെട്ടു. ആകെ കലിപ്പ് മോഡിലാണ് പുള്ളിയുള്ളത്. ഒരു വാക്ക് പോലും ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് അത്രയധികം അപമാനമാണ് പുള്ളി ഇന്ന് നേരിട്ടിട്ടുള്ളത്.
ഏറ്റവും വലിയ ഉറ്റ സുഹൃത്തായ കുറുപ്പ് കൊല്ലുമെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ ഇനി അപമാനിതനാകാനായിട്ട് ഈ രാഘവനുണ്ണിക്ക് ഇല്ല എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും കാരണമാണ് ഇതുണ്ടായത്. ഇല്ലെങ്കിൽ ഇങ്ങനെ നാണം കെടേണ്ടി വരികയില്ലായിരുന്നു. എൻ്റെ മകൻ അർജുൻ, അവൻ കാരണമാണ് ഇതുണ്ടായത്. അവന് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി ആകെ സീനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ നോക്കുമ്പോൾ അർജുൻ്റെ ഒരു ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. ആ ഫോട്ടോ എടുത്തോട്ട് വന്നിട്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലെന്ന് പറഞ്ഞ് എറിഞ്ഞങ്ങോട്ട് ഉടച്ച് പൊട്ടിച്ച് അങ്ങ് ചെതറിച്ച് കളയും കേട്ടോ. അപ്പം എല്ലാവരും അങ്ങ് പേടിച്ച് നിൽക്കുക. ഒരു വാക്ക് പോലും മിണ്ടാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ രാഘവനുണ്ണി പൊട്ടിത്തെറിച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന്. പുള്ളി ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും മിണ്ടാൻ പോലും പേടിയാണ്. അങ്ങനെ മൊത്തത്തിൽ ഡാർക്ക് സീനായിട്ട് നിൽക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേന് പുള്ളി ഉടനെ തന്നെ അനുപമയുടെ നേരെ തിരിയാണ് കേട്ടോ. അനുപമയോട് ചോദിക്കും നിനക്കറിയാവുന്ന കാര്യമല്ലേ, അതായത് അർജുൻ ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നീ ആ പെണ്ണ് ആരാണ്? ആ ലോകസുന്ദരി ആരാണ്? നീ അത് പറ. അപ്പോൾ തന്നെ അനുപമയാണ് ഇങ്ങനെ വിറച്ച് നിൽക്കുക. അതിനു മുമ്പ് ഓൾറെഡി അനുപമ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഓ ഈ അഞ്ജലിയാണ് ഇവളെന്ന്, ഈ അർജുൻ സ്നേഹിക്കുന്ന പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ തറവാട്ടിൽ നിന്ന് ഇനിയും പുറത്താക്കും. അഞ്ജലിയെ വിളിച്ച അർജുൻ ഇങ്ങോട്ട് വരും, അവൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കുകയും ചെയ്യും. അതൊരിക്കലും അനുവദിച്ചുകൂടാ. ഇങ്ങനെ അനുപമ ഇതിനു മുമ്പ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാഘവനുണ്ണി ചോദ്യം ചെയ്യുകയാണ് അനുപമേനെ, നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് അത് ആരാണെന്ന്? അവനൊരു പെണ്ണിന് ഇഷ്ടമാണല്ലോ, ഏതോ ഒരു ഭൂലോക സുന്ദരി. ആ സുന്ദരി ആരാണ് അവള്? എന്നോട് പറ നീ എന്ന് പറയും. അപ്പത്തേനും അനുപമ ആകെ പെട്ട ഒരവസ്ഥയിലാകും. അനുപമ പറയും, ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടമാണ്, അർജുന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അത് കാവ്യയ്ക്കും ഇങ്ങനെ പറഞ്ഞ ഏകദേശമൊക്കെ എനിക്കറിയാം, പക്ഷെ അത് ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ഇഷ്ടമുണ്ടെങ്കിലും ഇത്രയധികം സീരിയസ്നെസ് ആണെന്നും നമ്മൾ വിചാരിച്ചില്ല അങ്കിളെ. അതുകൊണ്ടാണല്ലോ ഞാൻ ഉടനെ തന്നെ കല്യാണം നടത്തണം എന്നൊക്കെ പറയും. അപ്പം രാഘവനുണ്ണി ഒന്നും മിണ്ടത്തില്ല, അങ്ങനെ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയും, എനിക്കറിയാം അവൻ എന്താ ചെയ്യേണ്ടതെന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ സമയത്ത് മുകുന്ദനുണ്ണിയൊക്കെ ഇടപെടുന്നുണ്ട്. മുകുന്ദനുണ്ണി പറയും, ചേട്ടാ രാഘവനുണ്ണി ചേട്ടാ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട്. നമ്മുടെ തറവാട്ടിൻ്റെ അഭിമാനത്തിനും അന്തസ്സിനും നമ്മുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ചോദിക്കാറുമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു രീതിയിൽ യോജിക്കാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ട് ഞങ്ങളുടെ അറിവ് സമ്മതവും കൂടാതെ നിങ്ങൾ ചെയ്ത് ഒരു രീതിയിൽ സമ്മതിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോഴും രാഘവനുണ്ണി അടങ്ങുന്നില്ല കേട്ടോ. രാഘവനുണ്ണി പറയും, എനിക്ക് ആരുടെയും സമ്മതം സഹായമൊന്നും ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ പുള്ളി അങ്ങ് ഒരു രീതിയിലും പുള്ളി അങ്ങ് ചൂട് ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഗോവിന്ദനുണ്ണി സൈഡിൽ നിന്ന് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ഓ വലിയ കാര്യം ഡയലോഗും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു, നമ്മളോടൊന്നും പറയാതെ ചെയ്ത കാര്യങ്ങളല്ലേ, അർജുൻ്റെ സംഭവമൊന്നും കിട്ടാതെ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. അവസാനമല്ല, ഇങ്ങനെയുള്ള സംസാരമൊക്കെ നടക്കുന്ന ഒരു സമയത്ത് മുത്തശ്ശി വന്ന് ഇടപെടും കേട്ടോ. മുത്തശ്ശി നീ ചെയ്ത് ശരിയല്ല, നിന്റെ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും കാരണം. അതുപോലെ തന്നെ ഈ അർജുൻ്റെ സമ്മതം ഇല്ലാതെ ഒരു കാര്യം ചെയ്തത്. അതുപോലെ തന്നെ ഗോവിന്ദനുണ്ണി അതിനൊപ്പം തന്നെ പറയുന്നുണ്ട്, ഒരു കല്യാണം ആലോചിക്കുമ്പോൾ ആ ചെറുക്കനോടൊരു സമ്മതം ചോദിച്ചിട്ടാണോ നിങ്ങൾ ചെയ്തത്? ഇന്ന് കല്യാണം നടക്കാൻ പോകുമ്പോൾ ആ ചെറുക്കനോട് പറയാതെയാണോ അത് ചെയ്യുന്നത്? അത് നിങ്ങൾ ചെയ്തത് ഒരു രീതിയിലും ശരിയല്ല, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും കൂടെ ഇടപെടുമ്പോൾ അതായത് ഗോവിന്ദനോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും തെറ്റാണ്, നിങ്ങൾ തെറ്റിൻ്റെ വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ രാഘവനുണ്ണി പറയും, അത് ഞാൻ എന്താന്ന് വെച്ചാൽ നോക്കിക്കോളാം, ആരുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട, അർജുൻ്റെ കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അപ്പം മുത്തശ്ശിയും കൂടെ ഇതിനിടെ ഇടപെടുന്നതുകൊണ്ട് കുറച്ചൊന്ന് തണുക്കുകയാണ് ആ ഒരു സമയത്ത് രാഘവനുണ്ണി. അപ്പോൾ രാഘവനുണ്ണി പറയാണ്, നിങ്ങൾക്ക് ഒരിക്കലും കുറുപ്പിൻ്റെ സ്വഭാവം അറിയത്തില്ല. കുറുപ്പിനെ 2-3 വർഷമായിട്ടല്ല എനിക്കറിയാവുന്നത്, ഏകദേശം 30 വർഷമായിട്ട് എനിക്കറിയാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ ഡേഞ്ചറസ് ആണ് അയാൾ. അയാൾ ഒരു പക്ഷേ നമ്മുടെ അർജുനെ കൊന്നു കളഞ്ഞേക്കും എന്ന് പറയും. അപ്പോൾ അർജുനെ കൊന്നു കളഞ്ഞേക്കും എന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശിയും അർജുൻ്റെ അമ്മയും അവിടെ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകും കേട്ടോ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് രാഘവനുണ്ണി പറയുന്നത്, അതായത് അർജുനെ കുറുപ്പ് ഒരു പക്ഷേ കൊന്നു കളഞ്ഞേക്കാമെന്ന്. അതുവരെ ഇങ്ങനെ സാധാ പോലെ നിന്ന് എല്ലാ മുഖങ്ങളും ആ ഒരു നിമിഷത്തിൽ അങ്ങനെ ഒരു വാക്ക് കേട്ടതോടുകൂടി എല്ലാവരും അങ്ങ് ഡൗൺ ആയി പോകും. അപ്പോൾ അതിനുശേഷം രാഘവനുണ്ണി പറയും, എനിക്കൊരിക്കലും
അർജുനെ കൊല്ലാനായിട്ട് അതായത് കുറുപ്പിൻ്റെ ഗുണ്ടകൾക്ക് കൊല്ലാൻ വേണ്ടി ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതിന് ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പോവുക. തൽക്കാലം അർജുൻ ഇവിടെ നിന്ന് മാറി നിൽക്കട്ടെ, അതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ണി പോകാൻ തുടങ്ങുന്ന ഒരു സമയത്ത് അനുപമ കയറി ഇടപെടുകയാണ്. കാരണം അനുപമയ്ക്കറിയാം അർജുനെ ശംഖുചക്രത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ ഉറപ്പായിട്ടും അഞ്ജലിയെ പോയി വിവാഹം കഴിക്കുകയും അവരൊരുമിച്ച് ജീവിക്കുകയും ചെയ്യുമെന്ന് ഈ അനുപമയ്ക്കറിയാം. അപ്പോൾ അനുപമയുടെ കുതന്ത്രങ്ങൾ ആ ഒരു സമയത്ത് ബലിക്കുകയാണ്, അല്ല കുതന്ത്രങ്ങൾ ആ ഒരു സമയത്ത് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് അനുപമ കയറി ഇടപെടും. അങ്കിൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്കിൾ, അതായത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണെന്ന് നമ്മുടെ രാഘവനുണ്ണി ചോദിക്കും. അപ്പോൾ അനുപമ പറയും, ഇപ്പോൾ നമ്മൾ അർജുനെ പുറത്തിറക്കി നിർത്തി കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും ആ ഇഷ്ടമുള്ള പെണ്ണിനെ പോയി കല്യാണം കഴിക്കും, അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതിനുള്ള വഴി നമ്മൾ ഒരുക്കണ്ട, അർജുനെ നമുക്ക് ഇവിടെ തന്നെ നിർത്താം, പഴയ പോലെ ഇടപെടാം, അവനോട് പിണക്കവും ദേഷ്യവും ഒന്നും കാട്ടാനായിട്ട് നിർത്തണ്ട, അതല്ലേ ഏറ്റവും നല്ല കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ കൺവിൻസ് ആവുന്നുണ്ട് ഈ രാഘവനുണ്ണി. അപ്പോൾ അതിനുശേഷം രാഘവനുണ്ണി ഒന്നും മിണ്ടാതെ കയറിപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു പോകും. അനുപമ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് കൂളായിട്ടുണ്ട്, പക്ഷേ ഇതെൻ്റെ കുതന്ത്രമാണെന്ന് ഇവർക്കാർക്കും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ ചിരിക്കുകയാണ് കേട്ടോ അനുപമ. ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് അർജുനും അഞ്ജലിയും മേക്കപ്പ് റൂമിലൊക്കെ കയറിയിരിക്കുകയാണെന്ന് നമുക്കറിയാം. പുറത്ത് സമൂഹ വിവാഹത്തിൻ്റെ മുഹൂർത്തം സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും സംഘാടകർ അവിടെ അകത്തേക്ക് വധുവരന്മാരെ അകത്തേക്ക് വിളിക്കും, അവരെല്ലാം നിർത്തും. പക്ഷേ എണ്ണി നോക്കിയപ്പോൾ 9 പേരേ ഉള്ളൂ, ഒരാൾ മിസ്സിങ് ആണ്. അപ്പോൾ അത് അർജുനും അഞ്ജലിയാണെന്ന് അവർ ധരിച്ചേക്കുവാണ്. അപ്പോൾ അവരെ വേഗം വിളിക്കാൻ പറയും. അങ്ങനെ അർജുനും അഞ്ജലിയും പുറത്തേക്ക് വരും. അഞ്ജലി നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായി ഇരിക്കുകയാണ്. അപ്പം അർജുൻ ഓൾറെഡി മണവാള വേഷത്തിലായിരുന്നല്ലോ. അപ്പോൾ അവർ രണ്ടുപേരോട് പറയും, നിങ്ങൾ എന്താ സമയം കളയുന്നത്, ഇപ്പം തന്നെ മുഹൂർത്തത്തിന് സമയമായി. അങ്ങനെ പറഞ്ഞിട്ട് അവരെയും പിടിച്ചിട്ട് ഈ വിവാഹ മണ്ഡപത്തിലേക്ക് കയറ്റി നിർത്തുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തും ഗുണ്ടകളെല്ലാവരും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവരിങ്ങനെ നോക്കി നിൽക്കുക. ഇവിടെ തന്നെ അഞ്ജലി അർജുൻ ഉണ്ടെന്ന് അവർക്കറിയാം, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റുന്നുമില്ല. അപ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, എവിടെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഗുണ്ടകൾ നിൽക്കുന്ന അർജുനും അഞ്ജലിയും കാണും. അവരുടെ നേരെ തന്നെ ഓപ്പോസിറ്റ് നിൽപ്പുണ്ട്. പക്ഷേ ഈ ഒരു വധുവരന്മാരുടെ കൂട്ടത്തിൽ തന്നെ അവരായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അപ്പോൾ ആ ഗുണ്ടകളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. വളരെ നല്ലൊരു എപ്പിസോഡാണ് കേട്ടോ, നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. എന്താണെങ്കിലും കാത്തിരിക്കുക. രാത്രിയിലെ പ്രൊമോയുടെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിന് ചില കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. ഇന്ന് ഓൾറെഡി വോയിസ് ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല, കുറച്ച് ത്രോട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ സംസാരിക്കാൻ പ്രോപ്പറായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും രാത്രി നമ്മുടെ പ്രൊമോയുടെ റിവ്യൂ കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.